2022 മാർച്ച് 31 മുതൽ ഏപ്രിൽ 29 വരെ SSLCയുടെ പരീക്ഷ നടക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇപ്പോഴും ശരിയായ വിധത്തിൽ പ്രിപ്പയർ ചെയ്യാത്ത, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്ന് ഒരു വ്യക്തതയില്ലാത്ത കുട്ടികളെ അടക്കം ഉദ്ദേശിച്ചാണ് ജനുവരി 10 മുതൽ SSLC പരീക്ഷ തുടങ്ങുന്ന മാർച്ച് 31 തൊട്ട് മുമ്പ് മാർച്ച് 30 വരെയുള്ള ദിവസങ്ങളിൽ ഏതെല്ലാം വിഷയങ്ങൾ ഓരോ ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ കഴിയും എന്ന വിധത്തിലാണ് ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ദിവസം 2 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, റിവിഷൻ നടത്തേണ്ടത്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് തന്നെ ഏതൊക്കെ വിഷയങ്ങളാണ് രാവിലെ പഠിക്കുന്നത്, അതേപോലെ ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ 6 ദിവസം നിങ്ങൾ രാവിലെയും രാത്രിയും അല്ലെങ്കിൽ വൈകുന്നേരവുമായി നിങ്ങൾ പഠനം നടത്തുന്നു. 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നിങ്ങൾക്ക് റിവിഷൻ നടത്താനുള്ളതാണ്. അങ്ങനെ തുടർച്ചയായി അതേപോലെ ഇങ്ങനെ തുടർന്നു വരുന്നു. അതിനിടയിൽ IT പരീക്ഷ വരുന്നു. അതിനെ നമുക്ക് എങ്ങനെ സമീപിക്കാൻ കഴിയും? പിന്നീട് വരുന്നത് മോഡൽ പരീക്ഷയാണ്. മോഡൽ പരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് എങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ കഴിയും. കൂടാതെ SSLC പരീക്ഷ, അതിനിടയിലുള്ള ദിവസങ്ങൾ അത് എങ്ങനെ ക്രമീകരിക്കണം, SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഏത് തരത്തിലായിരിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട്. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളാണ് ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ A+ സ്കോർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ മാത്തമാറ്റിക്സിന് 80 മാർക്കാണ്. ആ 80 മാർക്കിൽ 50% കൂടുതൽ മാർക്കുകൾ കിട്ടും. അതായത് 120 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. 70% ചോദ്യങ്ങൾ വരുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. അതായത് 84 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് A+ കിട്ടാൻ എത്ര മാർക്കാണ് വേണ്ടത്? 80-ൽ 90% മുതലാണ്. അപ്പോൾ 72 മാർക്ക് മതി. അപ്പോൾ ഈ 84 മാർക്കിനെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ 72 മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് A+ ആയി. ഇതുപോലെ തന്നെ 1.5 മണിക്കൂർ പരീക്ഷ എഴുതുന്ന മറ്റ് വിഷയങ്ങൾക്കും 40 മാർക്ക് വരുന്ന സമയത്ത് 60 മാർക്കിൻ്റെ ചോദ്യം, അതിന് 70% 42 മാർക്ക് വരുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നാണ്. ഈ 42 മാർക്കിൽ നിന്ന് 36 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ നേടാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന യൂണിറ്റുകളിലൂടെ മാത്രം കണ്ണോടിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയിട്ട് ഈ ടൈം ടേബിൾ അനുസരിച്ച് പോയാൽ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് ഫുൾ A+ സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് സമയം കളയാതെ നമുക്ക് ഈ ടൈം ടേബിളിലേക്ക് കടക്കാം. ജനുവരി 10 രാവിലെ മലയാളം AT, വൈകുന്നേരം ബയോളജി. ജനുവരി 11 രാവിലെ ഇംഗ്ലീഷ്, വൈകുന്നേരം മാത്സ്. ജനുവരി 12 രാവിലെ SS ഫസ്റ്റ്, പിന്നെ വരുന്നത് മലയാളം BT ആണ്. 13-ാം തീയതി SS സെക്കൻഡ്, ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഫിസിക്സ് ആണ്. 14-ാം തീയതി മാത്സ്, വൈകുന്നേരം ഹിന്ദി. 15-ാം തീയതി രാവിലെ SS ഫസ്റ്റ് തന്നെ, വൈകുന്നേരം വരുന്നത് കെമിസ്ട്രി. 6 ദിവസത്തെ ടൈം ടേബിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ രാവിലെ എന്ന് പറയുന്നത് നിങ്ങൾ 5:30 മണിക്ക് എഴുന്നേൽക്കുകയാണ് എങ്കിൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം 6 മണിക്ക് നിങ്ങൾക്ക് പഠിക്കാനിരിക്കാൻ കഴിയും. അപ്പോൾ 7:30 മണി വരെ പഠിക്കുന്നതിൽ യാതൊരു പ്രയാസവും നിങ്ങൾക്കില്ല. ഈ 3/4 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ 5-10 മിനിറ്റ് ഒരു ഗ്യാപ്പ് എടുക്കുക. പിന്നെ അതിനുശേഷം തുടർന്ന് ആ വിഷയം തന്നെ വായിക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഉച്ചവരെ വേറെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാവിലത്തെ വിഷയം തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി വായിക്കാൻ കഴിയും. ഇനി രാവിലെ വായിക്കുമ്പോൾ മലയാളം AT വായിച്ചു, 1ാമത്തെ യൂണിറ്റ് നിങ്ങൾ വായിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് തികച്ചും വായിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ എത്ര വരെ വായിച്ചു എന്നുള്ളത് നിങ്ങൾ ഒരു ഡയറിയിൽ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അടുത്ത ദിവസം വീണ്ടും മലയാളം AT വരുന്ന സമയത്ത് ഈ വെച്ച ഭാഗം മുതലായിരിക്കണം നിങ്ങൾ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ വായിക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കറക്റ്റ്. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വായിക്കുന്നത് ചിലപ്പോൾ സ്കൂളിലെ ദിവസമാണ്, നിങ്ങൾക്ക് 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം മാത്രമേ വായിക്കാൻ കഴിയുള്ളൂ. ആ തരത്തിൽ വായിക്കുന്ന സമയത്തും 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം
നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ വായിച്ച് എടുക്കുക. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുക ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ട് എന്നുള്ളത്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ നോട്ട്ബുക്കിൽ കുറിച്ചു വെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും രണ്ടാമത് വീണ്ടും ഈ പാഠഭാഗം വായിക്കുന്ന സമയത്ത്. അപ്പോൾ പഠിക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ജനുവരി 11 നിങ്ങൾ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് എല്ലാം ഈ ആദ്യം പറയുമ്പോൾ യൂണിറ്റ് 1 മുതലാണ് തുടങ്ങേണ്ടതെല്ലാം. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 7ാമത്തെ ദിവസം, അതായത് ജനുവരി 16 നിങ്ങൾക്ക് ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ 6 ദിവസം വായിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പെട്ടെന്നൊന്ന് കണ്ണോടിച്ച് നിങ്ങൾക്ക് പോകുന്നതിന് കഴിയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും ഒരു ദിവസം കിട്ടും. അപ്പോൾ ഈ 6 വിഷയം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്തു പോകാൻ ഒരു വിഷയത്തിന് അരമണിക്കൂർ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ സുഖമായി നിങ്ങൾക്കത് വീണ്ടും ഓർത്തു വെക്കാനും പഠിക്കാനും കഴിയും. എന്നിട്ടും കിട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാകാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ച് സംശയം തീർക്കാവുന്നതാണ്. ഓക്കെ, ഇനി ജനുവരി 17 മുതലുള്ള ടൈം ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അതും ഇതേമാതിരി തന്നെയാണ്. പിന്നെ 23-ാം തീയതി നിങ്ങൾക്ക് റിവിഷനാണ്. ആ 6 ദിവസം പഠിച്ച ഭാഗമാണ് 23-ാം തീയതി നിങ്ങൾ റിവിഷൻ നടത്തേണ്ടത്. ഓക്കെ, അങ്ങനെ 24 മുതൽ 29 വരെയുള്ള ടൈം ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 24-ാം തീയതി രാവിലെ മാത്സ് ആണ്. അതേപോലെ തന്നെ ഉച്ചക്ക് നമുക്ക് കിട്ടുന്നത് ഒന്നാമത്തെ SS1 SS2 ഉണ്ടല്ലോ, SS1 ആണ്. അപ്പോൾ ആ യൂണിറ്റുകൾ അനുസരിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ പഠനം നടത്തേണ്ടത്. സബ്ജക്റ്റ് മാത്രമാണ് ഈ ടൈം ടേബിൾ പറയുന്നുള്ളത്. അങ്ങനെ ഓരോ 29 കഴിഞ്ഞ് നിങ്ങൾക്ക് 30-ാം തീയതി റിവിഷനാണ്. ആ റിവിഷൻ നിങ്ങൾക്ക് ആ ഒരാഴ്ചയുള്ള കാര്യങ്ങൾ നടത്തുക. 31 മുതൽ ജനുവരി 31 കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 1, 2, 3, 4 അങ്ങനെ തുടങ്ങി ഫെബ്രുവരി 5 വരെ 6 ദിവസങ്ങളിലാണ്. അതിൽ ഒരു ദിവസം IT-യും കൂടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. 6ാമത്തെ ദിവസം റിവിഷൻ നടത്തുക. പിന്നെ 7 മുതൽ 12 വരെയുള്ള ടൈം ടേബിളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫെബ്രുവരിയിലത്തെ. അതും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. 13-ാം തീയതി റിവിഷൻ നടത്തുക. പിന്നെ ഫെബ്രുവരി 14 മുതൽ 19 വരെയുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം 20-ാം തീയതി ആ ഒരാഴ്ചത്തെ കാര്യങ്ങൾ ഒന്ന് റിവിഷൻ നടത്തുക. ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള ടൈം ടേബിൾ 4 ദിവസത്തെ ടൈം ടേബിളാണ് അവിടെയുള്ളത്. അതോടുകൂടിയിട്ട് 24 വരെ നിങ്ങൾ ഇതേപോലെ പഠിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഈ SSLCക്ക് പഠിക്കേണ്ട ഫോക്കസ് ഏരിയയിലെ എല്ലാ പാഠഭാഗങ്ങളും തീർന്നിട്ടുണ്ടാകും. എന്നാൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ തീരാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യേണ്ടത് 25-ാം തീയതി റിവിഷൻ നടത്തുന്നു. ആ ഭാഗത്തിൻ്റെ 21 മുതൽ 24 വരെ പഠിച്ച ഭാഗത്തിൻ്റെ റിവിഷൻ ഫെബ്രുവരി 25-ന് നടത്തുന്നു ഒരു ദിവസം. പിന്നെ 26, 27, 28 തീയതികൾ 3 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട്. ആ 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച് തീരാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് തീർക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഡയറി എഴുതി വെക്കണമെന്ന് ആദ്യമേ സൂചിപ്പിച്ചത്. ഓക്കെ, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഏതെങ്കിലും ഭാഗം അപ്പോഴേ ക്ലിയർ ആവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അധ്യാപകരുടെയും അല്ലെങ്കിൽ അറിയുന്ന സുഹൃത്തുക്കളോടും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. വലിയ പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഓക്കെ, പിന്നെ മാർച്ച് 1 മുതൽ മാർച്ച് 11 വരെ അന്ന് മുതലാണ് 1 മുതൽ 11 വരെ ഒരു ദിവസം ഒരു വിഷയത്തിന് നിങ്ങൾക്ക് നൽകി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോഴേ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഷയം 2 വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി ചെയ്യുന്നത് മാർച്ച് 1 മുതൽ 11 വരെ നിങ്ങൾക്ക് 2 വിഷയം. ഈ 1 മുതൽ 9 വരെ നമ്മൾക്ക് 9 പരീക്ഷയുള്ളത്. പക്ഷേ നമുക്ക് 11 വരെ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അതേപോലെ ഈ 80 മാർക്കുള്ള ചില വിഷയങ്ങളുണ്ടല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 2 ദിവസം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും റിവിഷൻ നടത്താൻ പറ്റും. ഒരു ദിവസം ഒരു വിഷയം എന്ന രീതിയിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. പിന്നെ മാർച്ച് 12 മുതൽ 20 വരെ നിങ്ങൾക്ക് എക്സാമിൻ്റെ വിഷയങ്ങളാണ് നടക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് 21 മുതൽ 25 വരെ മാർച്ച് 21 മുതൽ 25 വരെ മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ഈ മോഡൽ എക്സാമിന് മുമ്പുള്ള പഠനം എന്ന് പറയുന്നത് മാർച്ച് 12 മുതൽ 20 വരെ നടത്തണം.
കാരണം 21-ാം തീയതി മോഡലായി. അപ്പോൾ 12 മുതൽ 20 വരെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 20-ാം തീയതി നിർബന്ധമായും നിങ്ങൾ വായിക്കേണ്ടത് 21-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ വിഷയമായിരിക്കണം. അതായത് റിവേഴ്സ് ഓർഡറിൽ നിങ്ങൾ പഠനം ക്രമീകരിക്കണം. മാർച്ച് 12 വായിക്കുന്നത് ഏറ്റവും അവസാനം നടക്കുന്ന പരീക്ഷയുടെ ഓർഡറിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഏറ്റവും ആദ്യം വായിക്കുന്നത് അവസാനത്തെ തന്നെ ആവണമെന്നില്ല. പക്ഷേ ഈ മാർച്ച് 12 മുതൽ 20 വരെ വായിക്കുമ്പോൾ ഈ 19ഉം 20ഉം വായിക്കുന്നത് തുടങ്ങുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കണം എന്നുള്ളത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ അതായത് ആദ്യം SSLC പരീക്ഷക്കാണെങ്കിൽ ആദ്യം വരുന്നത് മലയാളം ഫസ്റ്റാണ്, അവസാനം വരുന്നത് മലയാളം BT ആണ് വരുന്നത് SSLC പരീക്ഷയ്ക്ക്. അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് മോഡൽ പരീക്ഷയും വരുന്നത് എങ്കിൽ, കാരണം മോഡൽ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടില്ല. അപ്പോൾ അതേ മോഡൽ തന്നെയാണ് ഈ മോഡൽ പരീക്ഷയും വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം വായിക്കുന്നത് 12-ാം തീയതി വായിക്കുന്നത് ഏതായിരിക്കണം? ഏറ്റവും അവസാനത്തെ പരീക്ഷയുടെ വിഷയം വായിക്കുക. അതേസമയത്ത് 20-ാം തീയതി വായിക്കുന്നത് നിങ്ങൾ ഏതായിരിക്കണം? 21-ാം തീയതിയത്തെ പരീക്ഷയുടെ വിഷയവും ആയിരിക്കണം. ആ തരത്തിൽ അത് ക്രമീകരിക്കുക. ഓക്കെ. അപ്പോൾ 21 മുതൽ 25 വരെ മോഡൽ എക്സാം നടക്കും. പിന്നെ 26 മുതൽ 30 വരെ നിങ്ങൾക്ക് 6 ദിവസം നിങ്ങളുടെ മുമ്പിൽ, 26 മുതൽ 30 വരെ നിങ്ങൾക്ക് 5 ദിവസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കാരണം മാർച്ച് 31-ന് പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പ്രയാസമുണ്ടെന്ന് തോന്നിയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ 6 ദിവസങ്ങളിൽ വരുമ്പോൾ. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാർച്ച് 31-ന്റെ പരീക്ഷയ്ക്കുള്ളത് വായിക്കേണ്ടത് നിങ്ങൾ മാർച്ച് 30-ന് നിങ്ങൾ ആ പരീക്ഷയുടെ വിഷയം നിർബന്ധമായും വായിക്കണം. ഓക്കെ. മാർച്ച് 31 വ്യാഴാഴ്ച മുതൽ ഏപ്രിൽ 29 വെള്ളിയാഴ്ച വരെയുള്ള പരീക്ഷ നിങ്ങൾക്ക് ആ ഇടവേളകൾ കൂടി, ഇൻ്റർവെല്ല ഗ്യാപ്പ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിവിഷൻ ചെയ്ത് മെച്ചപ്പെട്ട മാർക്ക് എന്ന് പറഞ്ഞാൽ A+ തന്നെ കൃത്യമായി നേടുവാൻ കഴിയും. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, ജനുവരി 10 മുതൽ പഠനം തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി എല്ലാ വിഷയത്തിനും A+ നേടുവാൻ കഴിയും. ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ച് പഠനം തയ്യാറാക്കുക. കൂടുതൽ അറിവിൻ്റെ മേഖലകളിലേക്ക് വ്യാപിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മറ്റ് ഭാഗങ്ങളിലൂടെ പഠനം കൂടി നടത്തുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ നമുക്ക് പരീക്ഷാ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ പഠനത്തെ ക്രമീകരിക്കാം എന്നുള്ള വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.